ക്രൂരമായ കൊലപാതകം നടന്ന ഒരിടം. സ്ഥലം തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്. കൊലപാതകം നടന്ന ഒരു വീട്. ആ കൊലയിൽ സ്തബ്ധരായി നിൽക്കുന്ന കുടുംബം. ആ കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് നേരെ ഒരു റിപ്പോർട്ടർ മൈക്ക് നീട്ടുന്നു. കുത്തിയാണ് ചോദ്യം. ആ കുട്ടി പലതവണ ഈ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. റിപ്പോർട്ടർ വിടുന്നില്ല. കുട്ടി ജേർണലിസം പഠിക്കാത്തതുകൊണ്ട് പഠിച്ചയാളുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശവും ആവേശവും ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? കൊല്ലപ്പെട്ട സഹോദരിയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നോ? വീട്ടുകാർ സമ്മതിച്ചിരുന്നോ എന്നൊക്കെയാണ് റിപ്പോർട്ടർ തുടരെ ആ കുട്ടിയോട് ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ മറ്റൊരു റിപ്പോർട്ടറെയും ഒരു റിപ്പോർട്ടിങ്ങിനെയും പരിചയപ്പെടുത്താം. ആർക്കും ബഹുമാനവും സ്നേഹവും തോന്നിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടിംഗ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് പിറകിൽ കാണുന്ന ആ വീട്ടിലാണ് കൊല നടന്നത്. ആ വീട്ടിൽ നിന്നും നിലവിളികൾ ഉയരുകയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇക്കാരണങ്ങളും സാഹചര്യവുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ മൈക്കുമായി ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് സാധ്യമല്ല. ഒരേ സ്ഥലവും സാഹചര്യവും, രണ്ട് തരം റിപ്പോർട്ടർമാരും റിപ്പോർട്ടിംഗ് ശൈലിയും. ഒന്നാമത്തെയാൾ നൽകിയ റിപ്പോർട്ടിങ്ങിലെ വിശദാംശങ്ങൾ തന്നെ രണ്ടാമത്തെയാളും നൽകി എന്നതാണ് ഇവിടെ പ്രധാനം. എന്ന് വെച്ചാൽ റിപ്പോർട്ടും വിവരവുമൊക്കെ രണ്ടു തരത്തിൽ അന്വേഷിച്ചപ്പോഴും ഒരേ തരത്തിൽ കിട്ടി എന്നത്. ഒന്നാമത്തെയാളിൽ നിന്നും മാറി കുറച്ചുകൂടി പക്വത രണ്ടാമത്തെയാൾ സ്വീകരിച്ചപ്പോൾ പൊതുജനം മാപ്ര എന്ന വിളി നിർത്തി രണ്ടാമത്തെയാളെ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിച്ചു. മാപ്ര എന്ന് വിളിച്ചാലും മാധ്യമപ്രവർത്തകൻ എന്ന് വിളിച്ചാലും ലൈവ് സ്ട്രീമിൽ കരയുന്ന രംഗവും വൈകാരിക രംഗവും ഇല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡിൽ നിന്നും തെറി കേൾക്കണം. ഗുഡ് സർട്ടിഫിക്കറ്റും മാസാന്തമുള്ള വിന്നറും ആവണമെങ്കിൽ ഇവിടങ്ങളിൽ നുഴഞ്ഞു കയറി അതൊക്കെ ഒപ്പിയെടുത്ത് ചിത്രീകരിച്ച് ടെലികാസ്റ്റ് ചെയ്യണം. പ്രശ്നം റിപ്പോർട്ടറുടെ ആണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും മാധ്യമ പ്രവർത്തനത്തിന് ഉതകുന്നതല്ല എന്ന് പറയാൻ നമുക്ക് കഴിയും. ഇവിടെ ഉയരുന്നത് ആദ്യം എത്തിക്കുക, വൈകാരികത കവർന്ന് അവ ചിത്രീകരിച്ച് പൊതുസമൂഹത്തിൻ്റെ മാനസിക വൈകാരികതയെ ചൂഷണം ചെയ്യുക എന്നതൊക്കെയാണ്. കാലങ്ങളായി മലയാളികൾക്ക് മുൻപിൽ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപാധി കൂടിയാണ് ഇത്. ഇത് സ്വീകാര്യമോ അല്ലയോ എന്ന് പറയേണ്ടത് പൊതു സമൂഹമാണ്. പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കുറിക്കുക. പ്രിയപ്പെട്ടവരെ, സാഹചര്യം മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുവാൻ നമ്മുടെ റിപ്പോർട്ടർമാർ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം വിമർശനങ്ങളെ നേരിടുക, റിപ്പോർട്ടിംഗ് എന്നാൽ കാര്യങ്ങൾ അന്വേഷിക്കുക, മനസ്സിലാക്കുക, പറയുക എന്നതാണെന്ന് പറയും. എവിടെയെങ്കിലും നോക്കി നിന്നാൽ ചിലപ്പോൾ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല എന്നും അവിടെ വൈകാരികതയ്ക്ക് സ്ഥാനമൊന്നുമില്ലെന്നും ചിലർ പറയും. അവർക്കുള്ള ഉത്തരമാണ് രണ്ടാമത്തെ റിപ്പോർട്ടർ നൽകിയത് എന്ന് ഇവിടെ പ്രത്യേകം ഓർക്കണം. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. സ്വന്തം കുടുംബത്തിലോ വേണ്ടപ്പെട്ടവർക്കോ ആണ് ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ അവിടെയും ഇതേ നിലയാണോ സ്വീകരിക്കുക എന്നുകൂടി അത്തരക്കാർ പറയണം. ആ ഉത്തരത്തിലുണ്ടാകും എല്ലാം. വാർത്തകൾ അറിയണം. അത് പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. ഒരപകടം സംഭവിച്ചാൽ സ്പോട്ടിൽ പേരും ചിത്രവും ആ രംഗവും ഉൾപ്പെടെ ചിത്രീകരിക്കുകയും ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തന ശൈലി മറ്റിടങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുറച്ച് കൂടുതലാണ് എന്ന് പറയാം. ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഷോക്ക് നൽകുന്ന പ്രവർത്തനമാകും ഇത്, പ്രത്യേകിച്ച് ഇരകളുടെ ഉറ്റവർക്കും ഉടയവർക്കും. നമ്മുടെ ശൈലിയിൽ ഒരു മാറ്റം അടിയന്തരമായി കൊണ്ടുവന്നില്ലെങ്കിൽ മാപ്ര വിളിക്ക് പകരം മറ്റൊരു പേര് പൊതുസമൂഹം വിളിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം.